ജയ് ഹിന്ദ് സുഹൃത്തുക്കളെ, വന്ദേ മാതരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്ത്യൻ ഡിഫൻസ് സർക്കിളുകളിലും സോഷ്യൽ മീഡിയയിലും ഒരു വൻ ചർച്ച ഇങ്ങനെ നിന്ന് കത്തുകയാണ്. 2035 ആകുമ്പോഴത്തേനും നമ്മുടെ സ്വപ്ന പദ്ധതിയായ തേജസ് MK2 കാലഹരണപ്പെടുമോ, ഒബ്സലീറ്റ് ആകുമോ എന്നൊക്കെ. ഇന്ത്യൻ വ്യോമസേനയുടെ മുൻ വൈസ് ചീഫായിട്ടുള്ള എയർ മാർഷൽ നാഗേഷ് കപൂർ NDTVക്ക് നൽകിയ ഒരു അഭിമുഖത്തിന് പിന്നാലെയാണ് ഈ ആശങ്ക പരന്നത്. അതോടെ ചാനലുകളിലും പോർട്ടലുകളിലുമൊക്കെ സെൻസേഷണൽ ഹെഡ്ലൈൻസ് നിറഞ്ഞു നിന്നു. തേജസ് മാർക്ക് 2 ഭാവിയില്ല, ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ സ്വന്തം വിമാനത്തെ തള്ളിപ്പറഞ്ഞു, 2035 4.5 ജനറേഷൻ വിമാനം കൊണ്ട് എന്താണ് കാര്യം എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ പ്രേക്ഷകരിൽ പലരും തികച്ചും ന്യായമായ ആശങ്കകളോടെ എന്നോട് ചോദിച്ചു, ഭാരതം തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഒരു യുദ്ധവിമാനത്തിൻ്റെ ഭാവി ശരിക്കും ഇരുളടഞ്ഞതാണോ എന്ന്. ചൈന 100 കണക്കിന് J-20 വിന്യസിക്കുമ്പോഴും പാകിസ്ഥാൻ 5ാം തലമുറ വിമാനങ്ങൾ വാങ്ങാൻ ഓടുമ്പോഴും ഇന്ത്യ പഴയ സാങ്കേതിക വിദ്യയുടെ പിന്നാലെയാണോ പോകുന്നത് എന്നൊക്കെ. സുഹൃത്തുക്കളെ നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററൻ എന്ന നിലയിൽ, യുദ്ധവിമാനങ്ങളിൽ 20 വർഷത്തിലേറെയുള്ള പ്രവൃത്തി പരിചയമുള്ള വ്യക്തി എന്ന നിലയിൽ, വ്യക്തമായ ഡേറ്റയും യുദ്ധതന്ത്രങ്ങളും മുന്നിൽ വെച്ച് എനിക്ക് എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് ഇതാണ്: ഒരു തരി പോലും ഭയപ്പെടേണ്ടതില്ല. എന്നാൽ അതേസമയം എയർ മാർഷൽ കപൂർ നൽകിയ അത്യന്തം ഗൗരവമേറിയ മുന്നറിയിപ്പ് നമ്മൾ അവഗണിക്കാനും പാടില്ല. കാരണം അദ്ദേഹം വിരൽ ചൂണ്ടിയത് തേജസ് MK2 എന്ന പോർ വിമാനത്തിന് നേരെ അല്ല, മറിച്ച് നമ്മുടെ നിർമ്മാണ വേഗതയ്ക്ക്, അതായത് HALന്റെ ടൈം വാല്യൂവിന് നേരെയാണ്. എയർ മാർഷൽ കപൂർ യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞത്? NDTV അദ്ദേഹത്തിനോട് വളരെ ബ്ലണ്ടായിട്ട് നേരിട്ട് ഒരു ചോദ്യം ചോദിച്ചു. 2035 ചൈന 5th ജനറേഷൻ വിമാനങ്ങൾ പൂർണ്ണമായിട്ട് വിന്യസിക്കുകയും 6th ജനറേഷൻ സാങ്കേതിക വിദ്യകളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു 4.5 ജനറേഷൻ വിമാനം വലിയ തോതിൽ വിന്യസിക്കുന്നതിൽ ഓപ്പറേഷണൽ റിലവൻസ് ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ കൃത്യമായിരുന്നു: ഓപ്പറേഷണലി ഡെഫിനറ്റ്ലി നോ. ഈ ഒരൊറ്റ വാചകം മാത്രം എടുത്ത് മാധ്യമങ്ങൾ തങ്ങളുടെ റീച്ചിനായിട്ട് ആഘോഷിച്ചു. എന്നാൽ അതിൻ്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞ പരമപ്രധാനമായ വാക്കുകളൊന്നും ആരും വാർത്തയാക്കിയിട്ടില്ല. അവതാരകൻ പിന്നീട് ചോദിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തേജസ് MK2 വിമാനങ്ങൾക്ക് വ്യോമസേനയിൽ യാതൊരു സ്ഥാനവും കാണില്ല എന്നാണോ അങ്ങ് പറയുന്നത് എന്ന്. അപ്പോൾ എയർ മാർഷൽ നാഗേഷ് കപൂർ പറഞ്ഞു, അങ്ങനെയല്ല, തേജസ് MK2 വ്യോമസേനയ്ക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കില്ല. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ പോലെ ഒരു കൂറ്റൻ ഭൂപ്രകൃതിയുള്ള രാജ്യത്ത് എല്ലാ അതിർത്തികളിലും 5ാം തലമുറയോ 6ാം തലമുറയോ ആയ ചെലവേറിയ വിമാനങ്ങൾ വിന്യസിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് അവയ്ക്കിടയിലെ എണ്ണത്തിലുള്ള കുറവുകൾ, അതായത് ഫ്ലീറ്റ് ഗ്യാപ്സ് ഫില്ല് ചെയ്യാനായിട്ട് തേജസ് MK2 ആവശ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് തേജസ് MK2 വരണം, AMCA വരണം, പക്ഷേ അവ വളരെ വേഗത്തിൽ വരണം. സുഹൃത്തുക്കളെ, സത്യം ഇവിടെ തെളിയുകയാണ്. എയർ മാർഷൽ കപൂർ തേജസ് MK2 വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ഇത് ഇനി വൈകിക്കരുത്, 2030കളുടെ മധ്യത്തിൽ മാത്രം ഇത് വലിയ അളവിലെത്തിയാൽ സേനയുടെ ഏറ്റവും മുൻനിരയിൽ, അതായത് കട്ടിംഗ് എഡ്ജ് ഫ്രണ്ട് ലൈൻ റോളിൽ നിൽക്കാനായിട്ട് ഇതിന് പരിമിതികൾ ഉണ്ടാവും എന്ന തന്ത്രപ്രധാനമായ ഒരു വാണിംഗ് ആണ് അദ്ദേഹം നൽകിയത്. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം, 2035 ഒരു 4.5 ജനറേഷൻ വിമാനം ഉപയോഗശൂന്യമാകുമോ? ഒരു വിമാനത്തിൻ്റെ ജനറേഷൻ നമ്പർ മാത്രം നോക്കി വ്യോമയുദ്ധത്തിൽ അതിന് പ്രസക്തി ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത് തികച്ചും വിവരക്കേടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 5ാം തലമുറ ഫ്ലീറ്റ് കൈവശമുള്ള അമേരിക്കയെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. അമേരിക്കയുടെ പക്കൽ ലോകോത്തര 5th ജനറേഷൻ പോർ വിമാനങ്ങളായിട്ടുള്ള F-22 റാപ്റ്റർ ഉണ്ട്, 100 കണക്കിന് F-35 ലൈറ്റ്നിങ് 2 ഉണ്ട്. അതിൻ്റെ കൂടെ അവർ നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് പദ്ധതിയിലുമാണ്. എന്നിട്ടും US എയർഫോഴ്സ് പുതിയ F-15EX വാങ്ങിക്കൂട്ടുന്നത് എന്തുകൊണ്ടാണ്? F-15 ഒരു സ്റ്റെൽത്ത് വിമാനമല്ല, അതൊരു 4th ജനറേഷൻ ഡിസൈനിൻ്റെ അഡ്വാൻസ്ഡ് അപ്ഗ്രേഡ് മാത്രമാണ്. എന്നിട്ടും അവരത് 2040കളിലും പറത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം ഒരു യുദ്ധത്തിലെ എല്ലാ ദൗത്യങ്ങൾക്കും വൻ തുക ചെലവുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ ആവശ്യമില്ല. ചില ദൗത്യങ്ങൾക്ക് വേണ്ടത് കൂറ്റൻ ആയുധശേഷിയായിരിക്കും, അല്ലെങ്കിൽ മികച്ച റേഞ്ചും കൂടുതൽ സമയവും ആകാശത്ത് നിൽക്കാനുള്ള ശേഷിയായിരിക്കും, അല്ലെങ്കിൽ ശക്തിയേറിയ ഈസ റഡാറുകളും എയർബോൺ ജാമറുകളുമായിരിക്കും, അതല്ലെങ്കിൽ കുറഞ്ഞ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിരിക്കാം. പിന്നെ ഏറ്റവും പ്രധാനമാണ് വിമാനങ്ങളുടെ വൻതോതിലുള്ള എണ്ണം. ഇനി നമുക്ക് ചൈനയുടെ കാര്യത്തിലേക്ക് വരാം.
അവർ J-20 ഉൽപ്പാദിപ്പിക്കുന്നു, J-35 പരീക്ഷിക്കുന്നു. എന്നാൽ അതുകൊണ്ട് അവർ J-10C അല്ലെങ്കിൽ J-16 തുടങ്ങിയ നോൺ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഉൽപ്പാദനം നിർത്തിയോ? ഒരിക്കലുമില്ല. അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ പഠനപ്രകാരം ചൈനയുടെ വ്യോമസേന ഒരു ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. J-20 സ്റ്റെൽത്ത് വിമാനത്തിന് മുമ്പിൽ പടച്ചട്ടയായിട്ട് നിൽക്കുന്നത് J-16ഉം J-10Cയുമാണ്. അപ്പം ലെസൺ ഇവിടെ വളരെ ക്ലിയർ ആണ്. എ സിംഗിൾ എയർക്രാഫ്റ്റ് ഡസൻറ്റ് ഫൈറ്റ് എ വാർ, എ സിസ്റ്റം ഫൈറ്റ്സ് ദി വാർ. സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ തേജസ് മാർക്ക് 2 നമ്മുടെ ചതുരംഗത്തിലെ കരുത്തം തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ 2035 തേജസ് മാർക്ക് 2 ഒറ്റയ്ക്ക് പോയിട്ട് ചൈനയുടെ J-20യോട് ഒരു ഡോഗ് ഫൈറ്റിൽ പോരാടുമെന്നൊക്കെ കരുതുന്നത് തെറ്റായ യുദ്ധസങ്കല്പമാണ്. അങ്ങനെയല്ല ഇന്ത്യൻ വ്യോമസേന യുദ്ധം പ്ലാൻ ചെയ്യുന്നത്. 2030കളിൽ ഇന്ത്യൻ വ്യോമസേന ഒരു ലേഡ് നെറ്റ്വർക്കായിട്ടായിരിക്കും ശത്രുവിനെ നേരിടാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് ഫ്രണ്ട് ലൈൻ സ്റ്റെൽത്ത് പെനിട്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ആംക വിമാനങ്ങൾ ഉണ്ടാവും. പിന്നെ ഹെവി സ്ട്രൈക്കിനും എയർ ഡോമിനൻസിനും വേണ്ടിയിട്ട് നമ്മുടെ ഉജ്ജ്വലമായ സൂപ്പർ സുഖോയ് അപ്ഗ്രേഡഡ് സുഖോയ് 30 വിമാനങ്ങളും റഫാൽ വിമാനങ്ങളും ഉണ്ടാവും. പിന്നെ ടാക്ടിക്കൽ ഫ്ലീറ്റിനും മൾട്ടി റോൾ മാസിനും വേണ്ടിയിട്ട് തേജസ് MK2ഉം തേജസ് MK1Aയും ഒക്കെ ഉണ്ടാവും. അതുകൂടാതെ സപ്പോർട്ട് നെറ്റ്വർക്കായിട്ട് അവാക്സിൻ്റെ കണ്ണുകളുണ്ടാവും, ഗ്രൗണ്ട് റഡാറുകൾ ഉണ്ടാവും, S-400 QRSAM പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാവും, തദ്ദേശീയ അസ്ത്ര സീരീസ് BVR മിസൈലുകൾ, ഡെഡിക്കേറ്റഡ് സാറ്റലൈറ്റുകൾ, സാറ്റലൈറ്റ് അധിഷ്ഠിത കമാൻഡ് സെൻറ്ററുകൾ, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാനിൽ തേജസ് MK2 എന്നുള്ളത് MK1ൻ്റെ ചെറിയൊരു മാറ്റമല്ല, ഇതൊരു മീഡിയം വെയ്റ്റ് ഫൈറ്റർ ജെറ്റാണ്. അതിൽ കരുത്തുറ്റ GE F414 എഞ്ചിനോ അല്ലെങ്കിൽ സാഫ്രാൻ്റെ എഞ്ചിനോ ഉണ്ടാകും. 6.5 ടൺ ആയുധശേഷിയും ആയുധങ്ങൾ വഹിക്കാനായിട്ട് 11 ഹാർഡ് പോയിന്റുകളും അതിലുണ്ടാവും. തേജസ് മാർക്ക് 1നെ അപേക്ഷിച്ച് ഇരട്ടി സമയം ആകാശത്ത് തുടരാനുള്ള ശേഷി അതിനുണ്ടാവും. അതായത് 120 മിനിറ്റ് അതിന് മിഷൻ എൻഡ്യൂറൻസ് ഉണ്ടാവും. അത്യന്താധുനികമായിട്ടുള്ള ഏസ റഡാറും പൂർണ്ണമായ ഡ്രോൺ ടീമിംഗ് പ്ലാറ്റ്ഫോമും അതിലുണ്ടാവും. അങ്ങനെ നമ്മുടെ വായുസേനയുടെ വിശ്വസ്തരായ മിറാഷ് 2000, MiG-29, ജഗ്വാർ വിമാനങ്ങൾക്ക് ഏറ്റവും കരുത്തുറ്റ പകരക്കാരനായിരിക്കും തേജസ് MK2. ഒരു 2 ഫ്രണ്ട് വാർ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ശത്രുവിൻ്റെ എല്ലാ വിമാനങ്ങളും സ്റ്റെൽത്ത് അല്ല. അതിർത്തിയിൽ പറന്നു വരുന്ന ഡ്രോണുകളെ തകർക്കാൻ, ക്രൂസ് മിസൈലുകളെ വഴിതിരിച്ചു വിടാനായിട്ട്, തീരദേശ പ്രതിരോധത്തിന്, ഗ്രൗണ്ട് അറ്റാക്കുകൾക്ക്, ഇതിനൊന്നും ആംക പോലെയുള്ള വൻകിട വിമാനങ്ങൾ അയക്കേണ്ട ആവശ്യമില്ല. അവിടെ തേജസ് MK1യും MK2ഉം ഒക്കെ ശത്രുവിനെ കാളരാത്രി തീർക്കാൻ പോകുന്നവരായിരിക്കും. അതിനോടൊപ്പം ഇന്ത്യയുടെ സുഖോയ് 30 MKI പടക്കുതിരകൾ സൂപ്പർ സുഖോയ് അപ്ഗ്രേഡിലൂടെ 2050 വരെ ആകാശം ഭരിക്കും. ബ്രഹ്മോസും അസ്ത്ര മിസൈലുകളും വഹിക്കുന്ന സുഖോയും നമ്മൾ വാങ്ങാൻ പോകുന്ന 114 റഫേൽ MRF വിമാനങ്ങളും ചേരുമ്പോൾ ശത്രു രാജ്യങ്ങളുടെ ആകാശ സ്വപ്നങ്ങൾക്കാണ് നമ്മൾ തീയിടാൻ പോകുന്നത്. അതുപോലെ തന്നെ 2035 യുദ്ധക്കളം മാറി മറിയും. HAL വികസിപ്പിക്കുന്ന CATS എന്ന് പറഞ്ഞാൽ കൊമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം ഇതിനകം തന്നെ റൺവേ പരീക്ഷണ ഘട്ടങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. ഭാവിയിൽ തേജസ് MK2 ഒരു പൈലറ്റും കുറച്ച് മിസൈലുകളും മാത്രമുള്ള ഒരു ഒറ്റപ്പെട്ട വിമാനമായിരിക്കില്ല. തേജസ് MK2 പൈലറ്റിൻ്റെ മുമ്പിൽ CATS വാരിയ ഡ്രോണുകൾ അപകടകരമായ മേഖലകളിലേക്ക് പറന്നു ചെന്ന് റഡാറുകൾ ജാം ചെയ്യുകയും ആയുധങ്ങൾ തൊടുക്കുകയും ശത്രുവിൻ്റെ പ്രതിരോധത്തെ ഛിന്നഭിന്നമാക്കുകയും ചെയ്യും. തേജസ് MK2 വിമാനങ്ങൾ യുദ്ധക്കളത്തിലെ ഒരു ഡിജിറ്റൽ കമാൻഡ് നോഡായിട്ട് മാറും. അപ്പം നമ്മൾ എടുക്കേണ്ട യഥാർത്ഥ സന്ദേശം എന്താണ്? എയർ മാർഷൽ കപൂർ പറഞ്ഞത് തെറ്റാണോ? അല്ല. അദ്ദേഹം ഒരു യഥാർത്ഥ ദേശസ്നേഹിയായ യോദ്ധാവിനെ പോലെ ഇന്ത്യക്ക് അത്യന്തം ആവശ്യമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയത്. ചൈന അതിവേഗം വിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇന്ത്യക്ക് 20 വർഷമെടുത്ത് ഒരു വിമാന പദ്ധതി പൂർത്തിയാക്കാനുള്ള സമയം ഇനിയില്ല. തേജസ് MK2 ഉൽപ്പാദനം വേഗത്തിലാക്കണം, ആംക പദ്ധതി ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം, എഞ്ചിൻ നിർമ്മാണം തദ്ദേശീയമായിട്ട് പൂർത്തിയാക്കണം, ആവശ്യമെങ്കിൽ ബ്രിട്ടനും ജപ്പാനും ചേരുന്ന GCAP പോലെയുള്ള 6ാം തലമുറ പദ്ധതികളിൽ പങ്കാളിയാകുന്നതും ആലോചിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2035 ഒരു തേജസ് MK2 എന്ന് പറയുന്നത് ചൈനയുടെ J-20യേക്കാളും സ്റ്റെൽത്ത് ആയിരിക്കില്ല എന്നുള്ളതൊരു വാസ്തവമാണല്ലോ. എന്നാൽ അതുകൊണ്ട് തേജസ് പ്രയോജനമില്ലാത്ത ഒന്നാകുന്നില്ല. ഒരു ചെസ് ബോർഡിൽ മന്ത്രിയാണ് ഏറ്റവും ശക്തിയുള്ള കരു. എന്നാൽ അതുകൊണ്ട് നമ്മൾ തേരിനെയോ കുതിരയെയോ കാലാളിനെയോ എടുത്ത് കളയാറുണ്ടോ? ഇല്ലല്ലോ. എല്ലാ കരുക്കളും ഒന്നിച്ച് പോരാടുമ്പോഴാണ് നമ്മൾ ആ കളി ജയിക്കുന്നത്. അതുപോലെ ഭാവി ഇന്ത്യൻ വ്യോമസേനയിൽ ആംക ശത്രുവിൻ്റെ ആകാശ കോട്ടകൾ ഭേദിക്കും, റഫാൽ നിർണായക ആക്രമണങ്ങൾ നടത്തും, സുഖോയ് 30 MKI കൂറ്റൻ മിസൈൽ പ്രഹരങ്ങൾ നൽകും,
തേജസ് MK2 വ്യോമസേനയ്ക്ക് വൻ ശക്തിയും വ്യാപ്തിയും ഏത് ദൗത്യവും ഏറ്റെടുക്കാനുള്ള കരുത്തും നൽകും. തേജസ് MK1A നമ്മുടെ ആകാശം കാത്തു സൂക്ഷിക്കും. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഹെഡ്ലൈനുകൾ കണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ശാസ്ത്രജ്ഞരിലും വ്യോമസേനയിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. തേജസ് MK2 വേണം, ആംക വേണം, പക്ഷേ അവ അടിയന്തരമായിട്ട് കൃത്യസമയത്ത് തന്നെ വേണം. അതാണ് നാം നെഞ്ചിലേറ്റേണ്ട യഥാർത്ഥ സന്ദേശം. ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ മാതരം.